ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഒന്ന് ഹൈപ്പോടെ തരണേ കേട്ടോ. അപ്പോൾ വാസന്തി എരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് മണ്ടോദരി. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ദുവാണ് വീട് വെച്ച് കൊടുക്കുന്നത് രുക്മിണിക്ക്, ആ വീട് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, കാരണം രുക്മിണി പഴയ അമ്മായി അമ്മയാണെന്നൊക്കെ പറഞ്ഞ് എരികേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് രുക്മിണി താമസിക്കാൻ വേണ്ടി എടുത്ത ആ വീട്ടിലേക്ക് നിങ്ങൾ പോയി താമസിക്കണം. നാളെ അവർ ഗൃഹപ്രവേശം നടത്തി ആ വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ സാധിക്കില്ല. അത് കേട്ട് വാസന്തി രാധിക അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ മണ്ടോദരി പറയുന്നുണ്ട്, അതുകൊണ്ടുള്ള സമയം കൊണ്ട് അത് കൈക്കലാക്കാൻ നോക്ക്. ഇതിനേക്കാളും നല്ല അവസരം വേറെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ബുദ്ധിയോടെ തീരുമാനിച്ച് എന്താ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്ക്. അതും പറഞ്ഞ് അവിടുന്ന് തിരിഞ്ഞു നടന്നതും പെട്ടെന്ന് മണ്ടോദരി ഓർത്തുകൊണ്ട് വീണ്ടും പറയാണ്, പിന്നെ ഇതിൻ്റെ പേരിൽ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. നീതിക്ക് നിരക്കാത്തത് കണ്ടു നിൽക്കാനുള്ള മനസ്സ് എനിക്കില്ലാത്തത് കൊണ്ടാണ്. എന്നാ പോട്ടെ പോട്ടെ വാസന്തി. അതും പറഞ്ഞ് മണ്ടോദരി അവിടെ നിന്ന് പോവുകയാണ്. വാസന്തി രാധിക ആകെ തരിച്ചു നിൽക്കുകയാണ്. വാസന്തി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവളീ ചെയ്തു കൂട്ടിയിരിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാ. മാമി, അവളുടെ കാര്യം പോട്ടെ, മാമിയുടെ മോൻ അറിയാതെയാണോ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ നീലേട്ടൻ അവളുടെ താളത്തിനൊത്ത് തുള്ളുന്നത്. നിൽക്കട്ടെ, ഇതിനൊരു അവസാനം ഞാൻ കണ്ടെത്തിക്കോളാം, വാസന്തി പറയുന്നുണ്ട്. ആരുടെ കഷ്ടപ്പാട് അവൾ വല്ലവർക്കും എടുത്തു കൊടുക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ കിട്ടേണ്ടത് ഇനി അവൾ മറ്റാർക്കും കൊടുക്കില്ല. ശാലിനി അരവിന്ദൻ വിളിച്ചത് പ്രകാരം അവനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരു ചെറിയൊരു കുൾബാറിലാണുള്ളത്. അവൻ തന്നെ കോഫിയും കയ്യിൽ ബിസ്ക്കറ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട്, ഞാൻ വെറും കോഫിക്കല്ലേ ചോദിച്ചുള്ളൂ, അത് വെറും കോഫി എങ്ങനെയാണ് ശാലിനി കുടിക്കുക, അതുകൊണ്ടാണ് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചത് എന്നും പറഞ്ഞ് അവൻ അവൾക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കഴിക്കാനുള്ള രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ആകെ ഒരു വിഷമം തോന്നുവാണ്. അവൻ ആരാണെന്ന് ചോദിച്ച സമയത്ത് ഓഫീസിൽ നിന്നാണ്, ഞാൻ ജസ്റ്റ് നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി വന്നതാണല്ലോ, അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാനിങ്ങനെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ കാണണമെന്നൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഞാൻ നിന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഏയ് ഇല്ല, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അങ്ങനെയൊന്നുമില്ല, അരവിന്ദ് നേരത്തെ എന്നോട് പറഞ്ഞതല്ലേ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നമുക്ക് രണ്ടുപേർക്കും വേണ്ടി മാറ്റിവെക്കണമെന്ന്. ഏയ് എനിക്ക് പണിയൊന്നുമില്ല, അതുകൊണ്ടല്ലേ ജോലി ചെയ്യുന്ന നിന്നെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോഴാ ഓർത്തത്, നീ ജോലി ചെയ്യുന്ന കുട്ടിയല്ലേ, എന്നെപ്പോലെ നീ വെറുതെ ഇരിക്കുകയല്ലോ. ഇല്ല അരവിന്ദ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ മനസ്സിനും സന്തോഷം തരുന്നുണ്ട്. ഒരു ദിവസം നിന്നെ കാണാതിരുന്ന എനിക്കും എന്തോ പോലെയാ. അപ്പോഴേക്കും അടുത്ത ഓർഡർ ചെയ്തൊരു ഐറ്റമായിട്ട് ബേറർ വരികയാണ്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തതല്ല. അയ്യോ ശാലിനി നിൽക്ക്, ഇത് ഞാൻ ഓർഡർ ആക്കിയതാണ്. എന്നിട്ട് അവനത് കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശാലിനി ചോദിക്കുക, എന്തിനും ഇത്രയധികം സാധനങ്ങൾ ഓർഡർ ആക്കിയത്? ഇത് ഇവിടെ ഇരിക്കുന്നിടത്തോളം സമയം നമുക്ക് എന്തെങ്കിലും കുറച്ചൊക്കെ സംസാരിക്കാമല്ലോ. അപ്പോൾ നമ്മളിവിടെ 2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഇനിയും 2 മണിക്കൂറിന് വരെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യോ? ഇനി ഒന്നും ഓർഡർ ചെയ്യല്ലേ, എന്നെക്കൊണ്ട് ഇതിനേക്കാൾ കൂടുതലൊന്നും കഴിക്കാൻ സാധിക്കില്ല, പിന്നെ തന്നെത്താൻ കഴിക്കേണ്ടി വരും. ഇല്ല, ഇനി ഞാൻ ഒന്നും ഓർഡർ ചെയ്യില്ല, തൽക്കാലം നീ ഇത് കഴിക്ക്. അങ്ങനെ ചായ കുടിക്കുന്നതിനിടയിൽ വീണ്ടും ശാലിനി സംശയത്തോട് ചോദിക്കുകയാണ്, പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു, ഇന്നലെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിൻ്റെ അമ്മ കയറി വന്നില്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ അരവിന്ദ് കൂളായിട്ട് പറയാണ്, അതൊക്കെ ഞാൻ നിഷ്പ്രയാസം കൈകാര്യം ചെയ്തു. ഫോൺ കട്ടായതും അമ്മ വേറെ ചില കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. എന്തായാലും നന്നായി, നീ കുടിക്ക്. വീണ്ടും കോഫി കുടിക്കുന്നതിനിടയിലാണ് ശാലിനിക്ക് പിന്നെയും സംശയം. അരവിന്ദ്, എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്താ? നിനക്ക് നിൻ്റെ അമ്മയെ മാനേജ് ചെയ്യാൻ പറ്റുമോ? കാരണം മണ്ടോദരി അമ്മായിയുടെ സ്വഭാവം എനിക്കും എൻ്റെ ഫാമിലിക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരാളെ അരവിന്ദ് വിചാരിച്ചാൽ മാത്രം മാറ്റാൻ പറ്റുമോ? അപ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇപ്പം തൊട്ട് ഇനി ഇതാലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. കുറച്ച് പാട് തന്നെയാണ്, പക്ഷേ ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഈ സമയം നിന്നോട് എനിക്ക് ഇഷ്ടമാണെന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പകയോ അതുകൊണ്ടുണ്ടാവാൻ പോകുന്ന അപകടമോ ഒന്നും. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ദാറ്റ്സ് ഓൾ. എൻ്റെ ഇഷ്ടം നിന്നോട് പറയുമ്പോൾ നീ എന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുമോ എന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ അതൊന്നും ഉണ്ടായില്ലല്ലോ. ഇനി വേണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നല്ലൊരു ഡിസിഷനിലെത്താൻ. ശാലിനി അവൻ്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ എന്ത് പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അരവിന്ദ് കോൺഫിഡൻസോട് കൂടിയാണ് സംസാരിക്കുന്നത്. നമുക്കിടയിൽ തടസ്സമായിട്ട് എൻ്റെ അമ്മ വന്നാലും നിൻ്റെ കുടുംബത്തിൽ നിന്ന് മറ്റാര് വന്നാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് വേണം അവരെ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ. നമ്മുടെ സ്നേഹം നമ്മളെ രക്ഷിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് കേട്ട് ശാലിനി പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിക്കുകയാണ്. ശരി, ചായ ആറുന്നതിന് മുമ്പ് കുടിക്ക്.
ആ സമയത്താണ് ആ റോഡിൽ കൂടി മണ്ടോദരി പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പെട്ടെന്ന് നോക്കുമ്പോൾ ആ കഫേക്കകത്ത് അരവിന്ദിനെ കാണുവാണ്. അരവിന്ദും കൃത്യമായിട്ട് അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. അവന് പേടിച്ചുകൊണ്ട് ശാലിനോട് പറയണം, അയ്യോ അയ്യോ അമ്മ കണ്ടു അമ്മ കണ്ടു. എന്താ അരവിന്ദ്, അമ്മയുണ്ട് വരുന്നു. അപ്പോൾ മണ്ടോദരിയുടെ കാറാണെങ്കിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഡ്രൈവറെ കൊണ്ട് കാറ് വീണ്ടും പിന്നോട്ട് എടുക്കുകയാണ്. ആ സമയം കൊണ്ട് അരവിന്ദ് വേഗം ശാലിനിയും കൊണ്ട് ആരും ഇല്ലാത്തൊരു കസേരയ്ക്ക് പിന്നിൽ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. മണ്ടോദരിയാണെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് അരവിന്ദിനെ കണ്ട ആ ഒരു ഭാഗത്ത് സീറ്റിലായിട്ട് നോക്കുവാണ്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. അരവിന്ദും ശാലിനിയും തലതാഴ്ത്തി അവർ കാണാതെ ഒളിച്ചിരിക്കുകയാണ്. മണ്ടോദരി ആകെ കൺഫ്യൂഷനായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ കണ്ടത് അരവിന്ദിനെ തന്നെയാണല്ലോ, ഒരു പെണ്ണിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതായിട്ടാണല്ലോ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എവിടെ പോയി അവൻ? അരവിന്ദ് അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങിയ മണ്ടോദരി ഫോണെടുത്ത് അവനെ കോൾ ചെയ്യാണ്. ശാലിനി കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് സംശയം വരുമെന്ന് പറഞ്ഞിട്ട് അരവിന്ദ് പെട്ടെന്ന് തന്നെ കോൾ എടുക്കുകയാണ്. നീ എവിടെയാണ്? ഹലോ അമ്മ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരന് ദുബായിൽ ജോലി കിട്ടിയെന്ന്. ഞാൻ അവൻ്റെ വീട്ടിലാ. വീട്ടിലോ? ആ, ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ ഞാൻ അങ്ങോട്ട് പോകുമെന്ന്? പിന്നെ എന്താ അമ്മ ചോദിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാനിതുവഴി ആശ്രമ റോഡിൽ കൂടി പോകുന്ന സമയത്ത് ഇവിടെയുള്ളൊരു കഫേക്കുള്ളിൽ നീ ഒരു പെൺകുട്ടിയോട് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അരവിന്ദ്, നീ സത്യം പറയണം. കുറച്ചു മുമ്പ് ഏതെങ്കിലും ജ്യൂസ് പാർലറിലോ റെസ്റ്റോറൻറ്റിലോ മറ്റോ നീ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് വന്നിട്ടുണ്ടോ അരവിന്ദ്? അത് കേട്ടതും അരവിന്ദ് ഞെട്ടിത്തരിച്ച് നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഭാഗം നിൽക്കാൻ വേണ്ടി അവൻ പറയുന്നുണ്ട്. അതിന് എനിക്ക് ഗേൾസായിട്ട് ആരും തന്നെ ഫ്രണ്ട്സായിട്ടില്ലല്ലോ അമ്മ. പിന്നെ എങ്ങനെയാണ് ഞാൻ കൂടെ കൊണ്ടുപോവുക? ഞാൻ രാവിലെ തൊട്ട് ഇവൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അത് കേട്ട് ശാലിനി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. അരവിന്ദ് ഇത്ര നന്നായിട്ട് കള്ളം പറയുന്നത് കണ്ടപ്പോൾ ശാലിനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ മണ്ടോദരി ചോദിക്കുന്നുണ്ട്, അരവിന്ദ് നീ പറയുന്നത് സത്യം തന്നെയാണോ? അമ്മയോട് നീ ഒന്നും ഒളിപ്പിക്കുന്നില്ലല്ലോ? ഇല്ലമ്മേ, ഞാൻ അമ്മയോട് ഒന്നും ഒളിപ്പിക്കുന്നില്ല. വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ സുരേഷ് ഇവിടെയുണ്ട്, ഞാൻ അവന് ഫോൺ കൊടുക്കാം, അമ്മ അവനോട് തന്നെ സംസാരിച്ചോ. അരവിന്ദ് വളരെ കൂളായിട്ട് സംസാരിക്കുന്നത് കണ്ട് ശാലിനി ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവൾക്കെന്തോ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മണ്ടോദരി മറുതലക്കിൽ നിന്ന് പറയുന്നുണ്ട്, എടാ അതൊന്നും വേണ്ട, അവന് ഫോൺ കൊടുക്കുകയൊന്നും വേണ്ട. അത്രയ്ക്ക് നിന്നോട് അവിശ്വാസമൊന്നും അമ്മയ്ക്കില്ല. ചിലപ്പോൾ ഞാൻ കണ്ടത് നിന്നെപ്പോലുള്ള മറ്റാരെങ്കിലും ആയിരിക്കും. നീ എന്നിട്ടിരുന്ന വെള്ളയും ബ്രൗണും ചേർന്ന ആ ഒരു കളർ ഷർട്ട് തന്നെയാണ് അവനും ഇട്ടിട്ടുള്ളത്. കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം എനിക്ക് നീയാണോ എന്ന് ചെറുതായിട്ടൊരു സംശയം തോന്നിയത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ എന്നോട് ഇപ്പം തന്നെ തുറന്നു പറയണം. അമ്മേ, ഇല്ലമ്മേ, സത്യമായിട്ടും എനിക്ക് അങ്ങനെ യാതൊരു വള്ളിക്കെട്ടും ഇല്ല. അരവിന്ദ് കൂളായിട്ട് പറയാണ്, ഞാൻ സുരേഷിൻ്റെ വീട്ടിലുണ്ടമ്മേ. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ശരി, എന്നാൽ ഞാൻ വെക്കുവാ. ആയിക്കോട്ടമ്മേ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കോള് കട്ട് ചെയ്യാണ്. ആ സമയത്തൊക്കെ ശാലിനി പുതിയതായിട്ടൊരാളെ കാണുന്നത് പോലെയാണ് അരവിന്ദിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മണ്ടോദരി അവിടെ നിന്നും പോയതിനു ശേഷം സമാധാനത്തോടു കൂടിയാണ് അരവിന്ദ് എഴുന്നേക്കുന്നത്. എന്നിട്ട് ശാലിനിയുടെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ സീറ്റിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. വാ. അപ്പോൾ ശാലിനി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, നിൽക്ക അരവിന്ദ്, നീയല്ലേ പറഞ്ഞത് നിന്നെയാണ് എനിക്ക് വേണ്ടത്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു. ഇപ്പം നിൻ്റെ അമ്മയെ കണ്ടതും നീ വേറെ ഒരാളെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഏയ്, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാനതെൻ്റെ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതല്ലേ. പക്ഷേ നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയല്ല അരവിന്ദ് തോന്നുന്നത്. നീ നല്ല സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ഏയ്, ഇപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നും എൻ്റെ മനസ്സിനകത്ത് നീ എത്രത്തോളം ആഴത്തിലാണുള്ളതെന്നും ഞാൻ നിനക്ക് പറഞ്ഞു തന്നതല്ലേ. അതൊന്നും നിൻ്റെ തലയിലില്ലേ? നീ അതൊക്കെ പറഞ്ഞതിനേക്കാളേറെ നീ നിൻ്റെ ഇപ്പം അമ്മയോട് സംസാരിച്ചതൊന്ന് ആലോചിച്ച് നോക്ക്. അതെന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അയ്യോ, ഇതാണോ സത്യമെന്ന് എനിക്കിപ്പോൾ തോന്നുവാണ്. ശാലിനി പറഞ്ഞത് കേട്ടപ്പോൾ അരവിന്ദ് പറയുന്നുണ്ട്, ഏയ് അല്ല ശാലിനി, നീ എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇല്ല അരവിന്ദ്, ഞാൻ ഫോൺ എടുക്കരുത് എന്ന് നിന്നോട് പറഞ്ഞു. പക്ഷെ നീ എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഫോൺ എടുത്തു. എനിക്കങ്ങനെ ആരെ അറിയില്ല എന്നും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളതെന്നും എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു. ഇനിയും ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കുക? ഏയ് ശാലിനി, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കറിയില്ല അരവിന്ദ്, ഇങ്ങനെയൊക്കെയാണ് നിൻ്റെ ഉള്ളിലുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ശാലിനി ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോവാണ്. അപ്പോൾ അരവിന്ദ് പിന്നാലെ വന്നിട്ട് പറഞ്ഞു, ശാലിനി പ്ലീസ് പറയുന്ന കേൾക്ക്, പ്ലീസ് പ്ലീസ്. പിന്നെ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ അവരെ തന്നെ നോക്കുന്നത് കാരണം അരവിന്ദിന് ആകെ ഒരു നാണക്കേട് പോലെ തോന്നുവാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ ശാലിനി അവളുടെ ബാഗും എടുത്ത് ഇറങ്ങി പോവാണ്. അയ്യോ, ഇനി എങ്ങനെയാ ശാലിനിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക? അരവിന്ദ് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അതേസമയം രാധികയും വാസന്തിയും കൂടി ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിലുണ്ടായിരുന്ന വീടിൻ്റെ അഡ്രസ്സും തേടിക്കൊണ്ടാണ് പോകുന്നത്.
ആ ഒരു ചെറിയ കോളനി പോലെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ വീടും ഇങ്ങനെ മറികടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധികയോട് വാസന്തി ചോദിക്കുന്നുണ്ട്, എടി അഡ്രസ്സ് നിനക്ക് അറിയാമോ? നമ്മളെ ഇഷ്ടത്തിന് രാവിലെ തൊട്ട് ഓട്ടോയിൽ കയറിയിട്ട് ഇങ്ങനെ അറിയാത്ത വീടും തേടി പോയിക്കൊണ്ടിരിക്കുകയാണോ? അയ്യോ മാമി, നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു അഡ്രസ്സും തേടിക്കൊണ്ടാണ് വരുന്നത്. വീണ്ടും അതിലുള്ള ആ ഒരു അഡ്രസ്സ് നോക്കിയിട്ട് രാധിക ഓട്ടോക്കാരനോട് ചോദിക്കുകയാണ്, ഇതല്ലേ ആ സ്ഥലം എന്ന്. രാവിലെ തൊട്ട് 10ാമത്തെ പ്രാവശ്യമല്ലേ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ ദേഷ്യപ്പെടല്ലേ. ഏട്ടാ ഒരിക്കൽ ഒന്ന് ഇവിടെ വണ്ടി നിർത്താമോ? എന്താടി വീടെത്തിയോ? ഇല്ല മാമി, എനിക്ക് തോന്നുന്നത് ഇതിനടുത്ത് എവിടെയോ ആണെന്നാണ്. ഇവിടെ ഇറങ്ങാം. നമ്മൾ കൃത്യം വീടിന് മുമ്പ് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ രുക്മിണിയോ മറ്റാരെങ്കിലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക? ആ അതും ശരിയാണ്, വാ ഇറങ്ങ് രാധിക എന്നും പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങിയിട്ട് ഓട്ടോയുടെ കാശും കൊടുത്ത് ഓട്ടോ പറഞ്ഞു വിടുകയാണ്. പിന്നീട് രണ്ടുപേരും ചേർന്ന് നടക്കുവാണ്. അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ വീടിൻ്റെ പണിയാണ്. അപ്പോൾ രാധികയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് വാസന്തി ചോദിക്കുന്നുണ്ട്, ഇതായിരിക്കുമോ വീട്? ഇതെല്ലാം തോന്നുന്നു മാമി. പിന്നെ ആ ഓട്ടോക്കാരി എന്താ വലിയ ബംഗ്ലാവാണോ കെട്ടാൻ പോകുന്നത്? അപ്പോൾ രാധിക പറയുന്നുണ്ട്, അയ്യോ ഒന്ന് മിണ്ടാതെ വാ മാമി. വേറെ ഏറെക്കുറെ പണി കഴിഞ്ഞൊരു വീട് കാണിച്ചുകൊണ്ട് വാസന്തി ചോദിക്കുന്നുണ്ട്, ഇനിയൊരു പക്ഷെ ഇതായിരിക്കുമോ? ഏയ് ഇതൊന്നും അല്ല മാമി. വേറെ ഏത് വീടായിരിക്കും? അയ്യോ ഒന്ന് മിണ്ടാതെ വാ മാമി. അങ്ങനെ രണ്ടുപേരും ചേർന്ന് നടക്കുമ്പോൾ ഓരോ വീട് കാണിച്ചുകൊണ്ട് വാസന്തി ചോദിക്കുന്നുണ്ട്, ഇതായിരിക്കോ? ഇതൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നടക്കുകയാണ്. അതിനുശേഷം ഒരു വീട് കാണിച്ചു കൊടുത്തപ്പോൾ, മാമി ഇത് പഴയ വീടാണ്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും വീണ്ടും ഒരുപാട് ദൂരം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നമ്പറൊക്കെ കണ്ടുപിടിച്ച് അവസാനം രാധിക വീട് കണ്ടുപിടിക്കുകയാണ്. മാമി ഇതാണ് വീട് എന്ന് പറഞ്ഞുകൊണ്ട് രുക്മിണിയുടെ വീട് കാണിച്ചു കൊടുക്കുകയാണ്. അതാണെങ്കിൽ പച്ച ഷീറ്റൊക്കെ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്നാലും അതിനുള്ളിൽ കൂടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതൊരു വലിയ വീടാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിശയത്തോടു കൂടിയാണ് വാസന്തി ചോദിക്കുന്നത്, ഇതോ? പക്ഷേ അവിടെ മറ്റൊരു വീടും കൂടി കെട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാസന്തി കണ്ട വീട് അത്ര വലിയ വീടൊന്നും ആയിരുന്നില്ല. എന്നിട്ടും വാസന്തി ചോദിക്കുന്ന സമയത്ത് രാധിക പറയാണ്, അയ്യോ മാമി അതല്ല, ഇത്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതിനേക്കാളും വലിയ വീടാണ്. അപ്പോൾ വാസന്തി ചോദിക്കുകയാണ്, ഇതോ? നീ എന്താ വട്ട് പറയാണോ? നീ കണ്ടെത്തിയ അഡ്രസ്സൊക്കെ തെറ്റായിരിക്കും. ഇത്രയും വലിയ വീടൊന്നും അവളെ കൊണ്ട് എന്തായാലും ഉണ്ടാക്കാൻ സാധിക്കില്ല. മാമി സത്യമായിട്ടും ഇത് തന്നെയാണ് മാമി. അഡ്രസ്സിൽ ഈ നമ്പറാണ് ഇട്ടിരിക്കുന്നത്. ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ തുറന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഗേറ്റിന് മുകളിലും ആ നമ്പർ തന്നെയാണുള്ളത്. ഗേറ്റിൽ 32 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ വാസന്തി ഇങ്ങനെ വാ തുറന്ന് നോക്കി നിൽക്കുകയാണ്. അത്രയും വലിയൊരു വീടാണത്. എന്നിട്ട് അവർ രാധികയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താടി ഇത്രയും വലിയ വീടോ? മാമി ഇവിടെ നിൽക്ക്, ഞാൻ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് നോക്കിയിട്ട് വരാം. കാരണം ആ വീട്ടിന് മുന്നിലായിട്ട് പേരെഴുതിയിട്ട് അത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ വേണ്ടിയാണ് രാധിക പോയത്. അവൾ മുന്നോട്ട് പോയിട്ട് ആ പേരെഴുതിയ ഭാഗം തുണി വെച്ച് മറച്ചത് മാറ്റി നോക്കുവാണ്. ആ സമയത്ത് അവൾ ശരിക്കും അതിശയിച്ചു പോയി. കാരണം രുക്മിണി വിലാസം എന്ന് തന്നെയാണ് അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത്. അവൾ അതിശയത്തോടു കൂടി മാമിയെ വിളിക്കുകയാണ്, മാമി ഇത് നോക്ക് മാമി, ഇതാ രുക്മിണി വിലാസം എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ശരിയാണെന്ന് വാസന്തിക്കും ബോധ്യമായി. കൺഫേം ആണ് മാമി, ഇതാണ് രുക്മിണി വിലാസം, ഇത് തന്നെയാണ് വീട്. വാസന്തി നെഞ്ചത്തടിച്ച് കരയാണ്, അയ്യോ 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 അയ്യോ, ആ ഓട്ടോക്കാരി സത്യമായിട്ടും ബംഗ്ലാവ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ആ സ്ത്രീക്ക് കൃത്യസമയത്ത് വന്ന് നമ്മളോടിത് അറിയിക്കാൻ വേണ്ടി തോന്നിയത്. ഇല്ലെങ്കിൽ ഇവളുടെ സമ്പാദ്യത്തിൽ ആ രുക്മിണി അടിപൊളിയായിട്ട് ജീവിക്കുമായിരുന്നു. നമ്മളൊന്നും അറിയാതെ ആ ചെറിയ കൂരക്കുള്ളിൽ തന്നെ താമസിക്കേണ്ടി വന്നേനെ. അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് വീട്ടിനകത്ത് നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നത്. അവരിവരെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ? അത് ഞങ്ങൾ വീട് കാണാൻ വന്നതാണ്. വാസന്തി പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ ചോദിക്കുകയാണ്, വീട് കാണാൻ വന്നതോ? അപ്പോൾ രാധിക തിരുത്തി കൊടുക്കുകയാണ്, അതല്ല, ഇവിടെ ഏതോ വീട് വിൽപ്പനയ്ക്കുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. വീട് വിൽപ്പനയ്ക്കോ? അങ്ങനെയൊന്നും ഒരു വീട് ഈ ഭാഗത്ത് വിൽപ്പനയ്ക്കുള്ളതായിട്ട് എനിക്കറിവില്ല. ഈ വീട് ഓണർക്ക് തന്നെ ഉള്ളതാണ്. ഓണറോ? അതെ, രുക്മിണി അമ്മ. ഓഹോ, അവരുണ്ടാക്കിയ വീടാണോ ഇത്? വാസന്തി ചോദിക്കുകയാണ് പല്ല് കടിച്ചുകൊണ്ട്. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത്? ഇല്ല, ഞാൻ ചോദിച്ചത് അവർ തന്നെ ഉണ്ടാക്കിയതാണോ അതോ അവരുടെ മക്കളോ മറ്റോ ഉണ്ടാക്കിയതാണോ എന്നാണ്. ഈ കാലത്തൊക്കെ ആരാണ് മക്കളൊക്കെ വീടുണ്ടാക്കി കൊടുക്കുന്നത്? പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ വീട് അവരുടെ മരുമകൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തതാണ്. കല്യാണം കഴിച്ച ഭർത്താവ് കൂടെയുള്ളപ്പോൾ തന്നെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്ന ഈ കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചതിന് ശേഷവും അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി വീട് കെട്ടിക്കൊടുക്കുന്ന പെണ്ണൊക്കെ ഈ കാലത്ത് ഒരു ഭാഗ്യം തന്നെയാണ്. ഹിന്ദുവിനെ പുകഴ്ത്തിക്കൊണ്ട് അയാൾ സംസാരിക്കുമ്പോൾ വാസന്തി പറയുന്നുണ്ട്, അതെ, എന്തായാലും
തലയിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും വലിയ വീട് കിട്ടിയത്. അപ്പം അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ വാസന്തി ചിരിച്ചുകൊണ്ട് പറയാണ്, മേസ്ത്രി, ഞങ്ങൾ വീട് വിൽപ്പനയ്ക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ നിങ്ങൾ വീട് നന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തീരുമാനം മാറ്റി. ഇനി വിലക്കെടുക്കുന്നില്ല. ഇനി സ്ഥലം വാങ്ങി വീടുണ്ടാക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അയാളെ പുകഴ്ത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട് ഞങ്ങൾക്കൊന്ന് അകത്ത് കയറി കാണാൻ പറ്റുമോ? ഓ, തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. നാളെ അവർ ഗൃഹപ്രവേശം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും അവരിങ്ങോട്ടേക്ക് വരാം. വീട്ടിനകത്ത് മറ്റുള്ളവരെ കയറ്റിയെന്ന് അവർ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വാസന്തിയെ രാധികയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അയാൾ. അപ്പോൾ വാസന്തി രാധികയോട് പറയുന്നുണ്ട്, ഈ വീട്ടിനകത്ത് മറ്റാരെങ്കിലും കയറ്റിയോ എന്ന് അവർ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ വീട് എനിക്ക് തന്നെ സ്വന്തമാണ്. എന്നിട്ട് രാധികയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് കയറിയത് ഒരു രണ്ടുപേരും അന്തം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു വീടും ചുറ്റുവട്ടമൊക്കെ ആയിട്ട് വലിയൊരു വീട് തന്നെയാണ്. അപ്പോൾ മേസ്ത്രി പറയാണ്, നിങ്ങൾ രണ്ടുപേരും വീട്ടിൻ്റെ അകംഭാഗമൊക്കെ ഒന്ന് കണ്ടോളൂ, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അപ്പോൾ രാധികയും വാസന്തി ഇങ്ങനെ നിന്നിട്ട് അതിശയത്തോടെ വീടിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു വീട്, ഈ വീട്ടിൽ എൻ്റെ മകൻ വേണ്ട ജീവിക്കാൻ. അവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയിട്ട് വീടിൻ്റെ ഉൾഭാഗം കാണുകയാണ്. രണ്ടുപേരുടെ അതിശയം അടങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയൊരു വീടും എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ രാധികയോട് വാസന്തി ചോദിക്കുകയാണ്, എടി, അവള് ഓട്ടോയല്ലേ ഓടിക്കുന്നത്? കൂടിപ്പോയാൽ ഇത്രയല്ലേ സമ്പാദിക്കുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മുടെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് ഇത്രയും വലിയൊരു വീടാണോ ഇവൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതൊക്കെ കണ്ടിട്ടും മാമി വിട്ടുകൊടുക്കാൻ പോവുകയാണോ? അപ്പോൾ വാസന്തി പറയാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം, വാ എന്നും പറഞ്ഞ് രാധികയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും മേസ്ത്രി രണ്ട് പണിക്കാരികളായ സ്ത്രീകളെയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരോടും വീട് വൃത്തിയാക്കാൻ പറയണം, നാളെ ഗൃഹപ്രവേശമുള്ള വീടാണെന്ന്. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ മേസ്ത്രി ചോദിക്കുന്നുണ്ട്, വീടെങ്ങനെയുണ്ട് എന്ന്. വളരെയധികം നന്നായിട്ടുണ്ട് മേസ്ത്രി. അയാൾക്ക് പുതിയൊരു വർക്ക് കിട്ടുമെന്നുള്ള സന്തോഷത്തിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ വാസന്തി അതുപോലെ പറയുകയും ചെയ്യാണ്, ഞങ്ങൾക്കും നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്നാൽ മതി. അപ്പോൾ അയാൾ വേഗം അയാളുടെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് അയാളും അവിടെ നിന്ന് പോവുകയാണ്. രാധിക ആ ഒരു വിസിറ്റിംഗ് കാർഡ് വാങ്ങി ബാഗിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോയെങ്കിലും വാസന്തിക്ക് അവിടെ നിന്ന് ഒരടി മുൻപോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. അവിടെ തന്നെ നിന്നുകൊണ്ട് ആ വീട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാധിക വീണ്ടും തിരിച്ചു വന്നിട്ട് വിളിക്കുന്നുണ്ട്, മാമി, മാമി, വാ പോവാം എന്ന് പറഞ്ഞിട്ട് വാസന്തിയെയും പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. പുറത്തെത്തിയതിന് ശേഷവും വാസന്തി അവിടെ നിന്ന് അനങ്ങാതെ ആ വീട്ടുപേര് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, മാമി, എന്തു പറ്റി മാമി? മാമി, വാ പോവാടി എന്ന് പറഞ്ഞിട്ട് മനസ്സിലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് വാസന്തി രാധികയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.